ഓൺലൈൻ മത്സര പരീക്ഷാ കോച്ചിങ്ങിൽ വിപ്ലവകരമായ വിജയം കൈവരിച്ച കോമ്പറ്റേറ്റീവ് ക്രാക്കർ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഓൺലൈൻ കോച്ചിംഗ് പ്ലാറ്റ്ഫോം CC+. 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സമഗ്രമായി തയ്യാറാക്കിയിരിക്കുന്ന ക്ലാസുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 8589083568. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മെറ്റൽസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് മെറ്റൽസ്? എന്താണ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് ഇലക്ട്രോൺസ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസിൽ ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നവർ, അതായത് കൊടുക്കാൻ പറ്റുന്നവരെയാണ് നമ്മൾ മെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റൽസ് എപ്പോഴും ഇലക്ട്രോൺസിനെ കൊടുക്കുന്നവരാണ്. ഒരു റിയാക്ഷനിലൊക്കെ പോയാൽ ഇലക്ട്രോൺസിനെ കൊടുക്കുന്നവരെയാണ് നമ്മൾ മെറ്റൽസ് എന്ന് പറയുന്നത്. ദേ ക്യാൻ ഡൊണേറ്റ് ഇലക്ട്രോൺസ് ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. അതർവൈസ് നമുക്ക് പറയാം മെറ്റൽസ് എപ്പോഴും പോസിറ്റീവ് ആവും, പോസിറ്റീവ് അയൺസ് ഫോം ചെയ്ത് ഇലക്ട്രോ പോസിറ്റീവ് ഇൻ നേച്ചർ ആയിട്ടുള്ളവരാണ്. മെറ്റൽസ് ഓൾവേസ് ഇലക്ട്രോ പോസിറ്റീവ് ഇൻ നേച്ചർ ആയിട്ടുള്ളവരാണ്. അവരുടെ സ്വഭാവം ഇലക്ട്രോ പോസിറ്റീവാണ്. അപ്പോൾ എന്താണ് മെറ്റൽസ്? മെറ്റൽസ് ക്യാൻ ഡൊണേറ്റ് ഇലക്ട്രോൺസ് ഇൻ കെമിക്കൽ റിയാക്ഷൻസിലൊക്കെ മെറ്റൽസ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നവരാണ്. അവർ ഇലക്ട്രോ പോസിറ്റീവ് ഇൻ നേച്ചറാണ്. അതാണ് മെറ്റൽസിൻ്റെ പൊതുവായിട്ട് പറയുമ്പോൾ. നമുക്കറിയാം സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, അയേൺ, അലൂമിനിയം, സിങ്ക്, ഇതെല്ലാം നമ്മൾ പൊതുവായിട്ട് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ പറയുന്ന മെറ്റൽസ് ആണ് അല്ലേ. അപ്പോൾ ഇവരൊക്കെ നമുക്കറിയാം. ഇപ്പോൾ സോഡിയം ആണെങ്കിൽ സോഡിയം അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ കൊടുത്ത് അത് Na+ അയോൺ ഫോം ചെയ്യും. കാൽഷ്യം, മഗ്നീഷ്യം ഒക്കെ അതിൽ 2 ഇലക്ട്രോൺസിനെ റിയാക്ഷൻസിലൊക്കെ കൊടുത്ത് Ca2+ അല്ലെങ്കിൽ Mg2+ അങ്ങനെ അയോൺസ് ഫോം ചെയ്യും. ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതാണ് മെറ്റൽസ്. ഇനി നമ്മൾ മെറ്റൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്കാണ് നോക്കുന്നത്. മെറ്റൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ടത് മെറ്റാലിക് ലസ്റ്റർ ആണ്. അപ്പോൾ മെറ്റൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ മെറ്റൽസ് മെറ്റാലിക് ലസ്റ്റർ, ദേ ആർ ഹാർഡ്, they are malleable, they are ductile, they are good conductors of heat and electricity, they are sonorous. ഇത്രയുമാണ് മെറ്റൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ മെറ്റാലിക് ക്ലസ്റ്റർ മെറ്റലിൻ്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ ഭൗതിക ഗുണത്തിൽ വരുന്നതാണ് മെറ്റാലിക് ക്ലസ്റ്റർ. അപ്പോൾ എന്താണ് മെറ്റാലിക് ക്ലസ്റ്റർ എന്ന് വിചാരിക്കാം, നോക്കാം നമുക്ക്. മെറ്റൽസ് ഇൻ ദർ പ്യുവർ സ്റ്റേറ്റ് ഹാവ് എ ഷൈനിങ് അപ്പിയറൻസ്. പ്യുവർ സ്റ്റേറ്റിൽ അതിനൊരു ഷൈനിങ് അപ്പിയറൻസ് അല്ലെങ്കിൽ ഷൈനിങ് സർഫസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ മെറ്റാലിക് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. മെറ്റൽസ് ഇൻ ദർ പ്യുവർ സ്റ്റേറ്റിൽ ദേ ഹാവ് എ ഷൈനിങ് അപ്പിയറൻസ് അല്ലെങ്കിൽ ഫ്രഷ്ലി കട്ട് മെറ്റൽ സർഫസ് ഹാവ് എ ഷൈനിങ് അപ്പിയറൻസ് എന്ന് നമ്മൾ പറയും. ആ ഷൈനിങ് അപ്പിയറൻസിനെയാണ്, ആ ഒരു തിളക്കത്തെയാണ് പുതിയതായിട്ട് ഇപ്പം നമ്മളൊരു അലൂമിനിയത്തിൻ്റെ പാത്രമൊക്കെ നമ്മുടെ വീട്ടിൽ മേടിച്ചു കൊണ്ടുവന്നാൽ കാണാൻ പറ്റും. അത് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നല്ലൊരു തിളക്കമുണ്ടാവും. കുറച്ച് നാളത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എത്രയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് നമുക്കൊരു മങ്ങൽ വരും. ഈവൻ എന്താണെങ്കിലും ഇപ്പോൾ സിൽവറിൻ്റെ എല്ലാം അതെ, പാദസരമായാലും എന്തായാലും കുറച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു ഫെയ്ഡിങ് വരും. അപ്പോൾ ആ ഫെയ്ഡിങ് അല്ലാതെ അതിപ്പോൾ മെറ്റൽസിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. ഫ്രഷ്ലി കട്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നല്ല ക്ലീൻ ചെയ്ത മെറ്റൽ സർഫസ് എപ്പോഴും നല്ല ലസ്റ്റർ കാണിക്കും. അതായത് ലോഹദ്യുതി എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ആ മെറ്റാലിക് ലസ്റ്റർ കാണിക്കും. അപ്പോൾ മെറ്റൽസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് മെറ്റാലിക് ലസ്റ്റർ, ലോഹദ്യുതി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി ഹാർഡ്നെസ് ആണ്. അപ്പോൾ നമുക്കറിയാവുന്ന മെറ്റൽസ് നോക്കാം. ഇപ്പം അലൂമിനിയം നമ്മുടെ വീട്ടിൽ കാണാവുന്നതാണ്, കോപ്പർ നമ്മുടെ വീട്ടിൽ കാണുന്നതാണ്, അയേൺ നമ്മുടെ വീട്ടിൽ കാണുന്ന മെറ്റലാണ്. ഇതിനെയൊക്കെ നമ്മൾ ഒരു കത്തി കൊണ്ട് മുറിക്കാൻ നോക്കാം, എടുത്ത് ഒരു കഷ്ണം എടുത്ത് കത്തി കൊണ്ട് മുറിക്കാൻ നോക്കിയാൽ നമുക്ക് സാധിക്കില്ല അല്ലേ. അപ്പോൾ മെറ്റൽസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് മെറ്റൽസ് ആർ ഹാർഡാണ്. അപ്പോൾ ഹാർഡ്നെസ് ആണ് മെറ്റലിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി. അപ്പോൾ വി കനോട്ട് കട്ട് ദീസ് മെറ്റൽസ് വിത്ത് എ നൈഫ്. അത് ഒരു ഷാർപ്പ് നൈഫ് ഒന്നും ഉപയോഗിച്ച് അതിനെ മുറിക്കാൻ പറ്റില്ല, അത്രയും ഹാർഡാണ് മെറ്റൽസ്. അത് മറ്റൊരു പ്രോപ്പർട്ടിയാണ്. ഇങ്ങനെയാണെങ്കിലും മെറ്റൽസ് പൊതുവെ ഹാർഡാണ് എന്ന് നമ്മൾ പറഞ്ഞാലും ആ ഹാർഡ്നെസ് കാണിക്കാത്ത എക്സെപ്ഷൻസ് ഉണ്ട്. അതാരൊക്കെയാണ്? സോഡിയം ആൻഡ് പൊട്ടാസ്യം ഈ ഹാർഡ്നെസ്സിൽ എക്സെപ്ഷനാണ്. ബിക്കോസ് സോഡിയം ആൻഡ് പൊട്ടാസ്യം സോഫ്റ്റ് മെറ്റൽസ് ആണ്.
സോഡിയത്തിനെയും പൊട്ടാസ്യത്തിനെയും നമുക്കൊരു കത്തി കൊണ്ട് മുറിക്കാം. അത്രയും സോഫ്റ്റ് മെറ്റലാണ് സോഡിയവും പൊട്ടാസ്യവും. അപ്പോൾ മെറ്റൽസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ദേ ആർ ജനറലി ഹാർഡാണ്, സ്ട്രോങ് ആണ്. പക്ഷേ അവിടെയും എക്സെപ്ഷൻ ഉണ്ട്. ഹാർഡ്നെസ് കാണിക്കാത്ത മെറ്റൽസിന് എക്സാമ്പിളാണ് സോഡിയവും പൊട്ടാസ്യവും. ഓക്കെ, അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് മാലിബിലിറ്റി. അടുത്ത പ്രോപ്പർട്ടി മാലിബിലിറ്റിയാണ്, മെറ്റൽസിൻ്റെ മാലിബിലിറ്റിയാണ്. അപ്പോൾ മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ്. മെറ്റൽസിനെ നമുക്ക് അടിച്ചു പരത്താവുന്നവയാണ്. ഇറ്റ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ്. ഇപ്പം നമുക്ക് ഗോൾഡ് സ്മിത്ത് ആയാലും അതല്ലെങ്കിൽ കൊല്ലന്മാർ, അതായത് ഈ നമ്മൾ അരിവാള്, വാക്കത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന അവരുടെയൊക്കെ ആ ഒരു പ്രോസസ്സ് കാണുമ്പോൾ അറിയാം. അവിടെ അയണൊക്കെ എടുത്തിട്ട് അതിൻ്റേതായ ഷേപ്പിൽ ഇങ്ങനെ ഭയങ്കര ചൂടിലിട്ട് നമ്മൾ അടിച്ച് ചൂടിലിട്ട് ഭയങ്കരമായിട്ട് ഹീറ്റ് കൊടുത്തിട്ട് അതിനെ നല്ലവണ്ണം ബീറ്റ് ചെയ്തിട്ടാണ് ആ ഡിസേർഡ് ഷേപ്പിലേക്ക് ആക്കുന്നത്. അപ്പോൾ ആ പ്രോപ്പർട്ടീനെയാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ്. അതിനെ അടിച്ച് പരത്താം, അല്ലെങ്കിൽ നേർത്ത തകിടുകളൊക്കെ ആക്കാൻ പറ്റും. ഇപ്പോൾ ഗോൾഡൊക്കെ ആണെങ്കിലും ഏറ്റവും നേർത്ത ഫോയിൽസ് പോലെയൊക്കെ ആക്കാൻ പറ്റും. അപ്പം അങ്ങനെ ആ ഒരു തിൻ ഷീറ്റ്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ആ പ്രോപ്പർട്ടീനെയാണ് മാലിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും മാലിബിൾ ആയിട്ടുള്ള മെറ്റൽസ് ഏതാണെന്ന് ചോദിച്ചാൽ ഗോൾഡും സിൽവറുമാണ്. അപ്പോൾ ഗോൾഡും സിൽവറുമാണ് ഏറ്റവും മാല്യബിൾ ആയിട്ടുള്ള മെറ്റൽസ്. അപ്പോൾ മെറ്റലിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് മാല്യബിലിറ്റി. ദാറ്റ് ഈസ് ദേ ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ്. അതിന് എക്സാമ്പിളാണ് ഗോൾഡ് ആൻഡ് സിൽവർ. അപ്പോൾ മോസ്റ്റ് മാല്യബിൾ മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഗോൾഡും സിൽവറുമാണ്. അതിൽ തന്നെ ഗോൾഡ് കുറച്ചും കൂടി മാല്യബിലിറ്റി കൂടിയ മെറ്റലാണ്. എല്ലാ മെറ്റൽസിനും മാലിബിലിറ്റി ഉണ്ട്. അതിലേറ്റവും ഉയർന്നു നിൽക്കുന്നത് ഗോൾഡും സിൽവറുമാണ്. അതിൽ തന്നെ ഗോൾഡാണ് മോസ്റ്റ് മാലിയബിൾ ആയിട്ട് വരുന്ന മെറ്റൽ. അപ്പോൾ മാലിബിലിറ്റി എന്ന് പറയുന്നതും മെറ്റലിൻ്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ദാറ്റ് ഈസ് ഇറ്റ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ്. ആ അടിച്ചു പരത്താനുള്ള ആ കഴിവിനെയാണ് നമ്മൾ മാലിബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡക്റ്റിലിറ്റിയാണ്. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു ഫൈൻ വയേഴ്സ്. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ വയറിങ്ങിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ വയറിംഗ് ഒക്കെ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ നേർത്ത ചെമ്പ് കമ്പി കൊണ്ടാണ്, വളരെ നേർത്ത കമ്പി കൊണ്ടാണ് അത് കമ്പിയാണ് അതിനകത്തുള്ളത്. അതിനെയാണ് പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതല്ല എങ്കിൽ ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റുകളിലൊക്കെ അലൂമിനിയം, അതും കുറച്ചെങ്കിൽ അതും ഇങ്ങനെ ഡക്റ്റൈലാണ്. അത് ഡ്രോൺ ഇൻ ടു ഫൈൻ വയേഴ്സ്, അത് കമ്പികളാക്കിയാണ് പോകുന്നത്. അപ്പം മെറ്റൽസിൻ്റെ മറ്റൊരു സ്വഭാവമാണ് ദേ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു ഫൈൻ വയേഴ്സ്. അപ്പം കട്ടി കൂടിയതെന്നല്ല, കട്ടി കുറഞ്ഞതാണല്ലോ. ഇപ്പം ഗോൾഡ് പോലും നേർത്ത കമ്പിയാക്കാൻ പറ്റും, വളരെ നേർത്ത നൂല് പോലെ ആക്കാൻ പറ്റും, കമ്പി പോലെ ആക്കാൻ പറ്റും. അപ്പോൾ ആ പ്രോപ്പർട്ടീനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പം മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു ഫൈൻ വയേഴ്സ്. ദിസ് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽസ് ഈസ് കോൾഡ് ഡക്റ്റിലിറ്റി. അതിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി കാണിക്കുന്നതും ഗോൾഡാണ്. 1 gram ഓഫ് ഗോൾഡിനെ നമുക്ക് 2 കിലോമീറ്റർ നീളത്തിൽ നേർത്ത കമ്പിയാക്കാൻ പറ്റും. 1 gram ഓഫ് ഗോൾഡ് കൊണ്ട് 2 കിലോമീറ്ററിൻ്റെ നേർത്ത കമ്പിയാക്കി നമുക്ക് മാറ്റാൻ പറ്റും. അത്രയും ഡക്റ്റിലിറ്റി കാണിക്കുന്ന മെറ്റലാണ് ഗോൾഡ്. മെറ്റൽസ് ആർ ജനറലി ഡക്റ്റൈൽ ഇൻ നേച്ചറാണ്. എല്ലാ മെറ്റൽസും കാണിക്കും. അതിൽ ഗോൾഡാണ് മോസ്റ്റ് ഡക്റ്റൈൽ ആയിട്ടുള്ളത്, ഗോൾഡാണ്. ഇപ്പോൾ ഒരു 1 gram ഗോൾഡ് കൊണ്ട് നമുക്ക് 2 കിലോമീറ്ററോളം നീളത്തിൽ അത്രയും നേർത്ത കമ്പിയാക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഈ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. മെറ്റൽസിൻ്റെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അപ്പോൾ നല്ല ഹീറ്റിൻ്റെ, നല്ല താപചാലകവും നല്ല വൈദ്യുത ചാലകവുമാണ് മെറ്റൽസ്. ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അതായത് അതിന് ഉദാഹരണമാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ. ഇപ്പോൾ അലൂമിനിയത്തിൻ്റെ പാത്രങ്ങൾ അല്ലെങ്കിൽ കോപ്പറിൻ്റെ പാത്രങ്ങളൊക്കെ വെച്ച് നമ്മൾ ഫുഡ് ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ അവിടെ അതിൻ്റെ ആ കണ്ടക്ടിവിറ്റി, ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്. അവിടെ കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ അങ്ങനെ
അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പറ്റുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ ആ കണ്ടക്റ്റീവ് നേച്ചറാണ് കാണിക്കുന്നത്. വെസൽസൊക്കെ അല്ലെങ്കിൽ കുക്കിംഗ് യൂട്ടൻസിൽസൊക്കെ ഉണ്ടാക്കുന്നതിൽ മെറ്റൽസ് ഉപയോഗിക്കുന്നു. വൈ എന്ന് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് കുക്കിംഗ് യൂട്ടൻസിൽസൊക്കെ ഉണ്ടാക്കാനായിട്ട് മെറ്റൽസ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഏത് പ്രോപ്പർട്ടി കാരണമാണ്? ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആണ്. കുക്കിംഗ് യൂട്ടൻസിൽസിൽ ഹീറ്റാണ്, അതിൻ്റെ ആ നല്ല ഹീറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള കഴിവാണ് അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ഷനിൽ, അതായത് അത് പവർ ജനറേറ്റ് ചെയ്യുന്നിടത്ത് നിന്ന് അത് നമ്മളിലേക്ക് എത്തുന്ന എല്ലാ വരെ മെറ്റൽസ് ആയിട്ടുള്ള വയേഴ്സിലൂടെയാണ് അത് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്കറിയാം അവിടെയും മെറ്റൽസിൻ്റെ ആ കണ്ടക്റ്റീവ് നേച്ചർ, ആ ചാലകത, ആ കണ്ടക്റ്റീവ് നേച്ചർ, ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഹീറ്റ് ആയാലും ഇലക്ട്രിസിറ്റി ആയാലും മെറ്റൽസ് നന്നായിട്ട് കണ്ടക്ട് ചെയ്യും. ഈ പ്രോപ്പർട്ടി കൊണ്ടാണ് ദേ ആർ യൂസ്ഡ്, ഹീറ്റ് കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുകൊണ്ട് ആണ് ദേ ആർ യൂസ്ഡ് ആസ് കുക്കിംഗ് യൂട്ടൻസിൽസ്. അപ്പോൾ എപ്പോഴും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കുക്കിംഗ് യൂട്ടൻസിൽ ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റലാണ് അലൂമിനിയം. കോപ്പറും പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ കുറേ കൂടി റീപ്ലേസ് ചെയ്ത് അത് അലൂമിനിയവും മറ്റ് ഇതിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. എങ്കിലും കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോഴും കണ്ടുകൊണ്ടും നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അലൂമിനിയം. എന്തുകൊണ്ടാണ് അത് കുക്കിംഗ് യൂട്ടൻസിലായിട്ട് ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഗുഡ് ഹീറ്റ് കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി തന്നെയാണ് കാരണം. അടുത്തത് അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നമ്മൾ പറഞ്ഞു. ദേ ആർ ഓൾസോ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പം നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു സംരംഭമായ ഓൺലൈൻ ട്യൂഷൻ, അത് CC+, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ CC+ എന്ന് പറയുന്ന പുതിയൊരു സംരംഭമായ ഓൺലൈൻ ട്യൂഷൻസിലെ ഒരു ക്ലാസ്സാണ്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ പുതിയതായിട്ട് 8, 9, 10 ക്ലാസ്സുകൾക്കായിട്ട്, 8ലെയും 9ലെയും 10ലെയും ക്ലാസ്സുകളിലെ കുട്ടികൾക്കായിട്ട് ഓൺലൈനായിട്ട് ട്യൂഷൻ വളരെ സിമ്പിളായിട്ടും നന്നായിട്ട് ഡിസ്ക്രിപ്റ്റീവായിട്ടും ഓൺലൈനായിട്ട് ട്യൂഷൻസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പം ഈ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു കാൽവയ്പ്. അത് CC+യിലൂടെയും നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് 8589083568 എന്ന നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് സിൽവർ ആൻഡ് കോപ്പറാണ്. ഹീറ്റിൻ്റെ നല്ല കണ്ടക്ടർ എന്ന് പറയുന്നത് സിൽവറും കോപ്പറുമാണ്. ബെസ്റ്റ് കണ്ടക്ടർ അല്ലെങ്കിൽ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, ഏറ്റവും നല്ല കണ്ടക്റ്റിംഗ് കാണിക്കുന്ന ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് സിൽവർ ആൻഡ് കോപ്പറാണ്. ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ എന്ന് പറയുന്നത് സിൽവറാണ് ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ. ഇനി എന്തുകൊണ്ടാണ് മെറ്റൽസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. മെറ്റൽസിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ടാണ് അവർ നല്ല ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്നത്. വൈ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി? വൈ മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് ചോദിച്ചാൽ, മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ് അവരെ കണ്ടക്റ്റിംഗ് ആക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോണത് മെറ്റൽസിൻ്റെ ഒരു പ്രോപ്പർട്ടിയായ സൊണോറസ് നേച്ചറാണ്. അതായത് മെറ്റൽസ് വെൻ സ്ട്രൈക്കൺ ഹാർഡ് പ്രൊഡ്യൂസസ് എ റിംഗിങ് സൗണ്ട്. മെറ്റൽസ് എപ്പോഴും ഒരു റിംഗിങ് സൗണ്ട് അല്ലെങ്കിൽ ഒരു സൗണ്ട്, അതിനെ ഹാർഡായിട്ട് നമ്മൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ദേ പ്രൊഡ്യൂസ് സൗണ്ട്. ഇപ്പോൾ സ്കൂൾ ബെല്ലടിക്കണത്, പണ്ടത്തെ ബെല്ലടിക്കലില്ലേ, നമ്മളിങ്ങനെ ടിങ് ടിങ് പ്യൂൺ ബെല്ലടിക്കണ ഓർത്തറിയാം, അല്ലെങ്കിൽ പള്ളിമണി അടിക്കണത്, അല്ലെങ്കിൽ അമ്പലത്തിൽ മണി അടിക്കണതൊക്കെ കണ്ടാലറിയാം. അതൊക്കെ മെറ്റലായിട്ടുള്ള സർഫസാണ്. അതിലിങ്ങനെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഒരു ശബ്ദം അല്ലേ, ആ ഒരു റിംഗിങ് സൗണ്ട് വരും. അതിനെയാണ് സൊണോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റൽസിൻ്റെ മറ്റൊരു സ്വഭാവമാണ് മെറ്റൽസ് വെൻ സ്ട്രൈക്കൺ ഹാർഡ്. മെറ്റൽസ് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്താൽ ദേ പ്രൊഡ്യൂസസ് എ റിംഗിങ് സൗണ്ട്. അവർ നല്ലൊരു റിംഗിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ദേ ആർ സൊണോറസ് ഇൻ നേച്ചർ. ഇതും മെറ്റൽസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ്. അപ്പം നമ്മൾ മെറ്റൽസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസാണ് ഈ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് CC Plusന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.